നമസ്കാരം, ഞാൻ റോസ്മറിയം സിബി. പ്രധാന വാർത്തകൾ. കടൽക്കൊലക്കേസ് NIAക്ക് വിട്ടുകൊടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നഗരത്തിലെ വഴിയോര കച്ചവടം നിയന്ത്രിക്കും. കോട്ടയം പ്രസ് ക്ലബിന്റെ ബോക്സ് 4 ന്യൂസിന്റെ സേവനം ഇനി മുതൽ പോലീസ് സേനയ്ക്കും. സൌദിയിൽ നിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങുന്നവർക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. മടങ്ങിവരുന്നവരെ സംരക്ഷിക്കാൻ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കണം. കാഞ്ഞിരപ്പള്ളി ടൌണിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു. നഗരം സാംക്രമിക രോഗങ്ങളുടെ പിടിയിൽ. അധികൃതരുടെ നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് പ്രദേശവാസികൾ. പൊൻകുന്നം ശാന്തിഗ്രാം രമാലയത്തിൽ കണ്ണൻ ദയാലിന് നാടിന്റെ അന്ത്യാഞ്ജലി. ശനിയാഴ്ച രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ കണ്ണന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. വാർത്തകൾ വിശദമായി. കടൽക്കൊലക്കേസ് NIAക്ക് വിട്ടുകൊടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ത്യൻ നിയമമനുസരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകണം. കേസ് നടത്തിപ്പിന് കേരളത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നമുക്ക് NIAക്ക് ഒരു കേസ് പോകണമെങ്കിൽ അതിൽ ചില നിബന്ധനകൾ അവർ പറയുന്നുണ്ട്. ആ നിബന്ധനകൾക്ക് വിധേയമായി ഏത് കേസ് നമുക്ക് NIAക്ക് വിടാൻ പറ്റും. അപ്പം NIAക്ക് പോകാനും നമുക്കൊരു സന്തോഷമേ ഉള്ളൂ. നടന്നോട്ടെ, ഏതാട്ടെ. നമ്മളുടെ ആർഗ്യുമെന്റ് ഒന്നേ ഉള്ളൂ. നമ്മൾ ഹൈക്കോടതി കൊല്ലം കോടതിയിലെടുത്തതും ഹൈക്കോടതിയിലെടുത്തതും സുപ്രീം കോടതിയിലെടുത്തതും കൺസിസ്റ്റന്റ് സ്റ്റാൻഡ് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഈ കേസ് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഈ കേസ് മുന്നോട്ട് പോകണം. അല്ലാതെ കേരളത്തിന് മാത്രമായി ഒരു നിയമമില്ലല്ലോ. കോട്ടയം TB റോഡിലെ വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ നഗരസഭയുമായി ചർച്ച നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. സീബ്ര ലൈനുകളുടെ അഭാവത്താൽ ബുദ്ധിമുട്ടുന്ന കാൽനട യാത്രക്കാരെ സഹായിക്കാൻ ഹോംഗാർഡിന്റെയും പോലീസിന്റെയും സേവനം ഏർപ്പെടുത്തുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. കോട്ടയം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ ബോക്സ് 4 ന്യൂസിന്റെ സേവനം ജില്ലയിലെ പോലീസ് സേനയ്ക്ക് ലഭ്യമാക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ ഓൺലൈനായി എത്തുന്ന കോട്ടയം പ്രസ് ക്ലബിന്റെ സംരംഭമായ ബോക്സ് 4 ന്യൂസിലേക്ക് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലെ വിവരങ്ങളും ഇനി മുതൽ ലഭിക്കും. കോട്ടയം പ്രസ് ക്ലബ്ബ് മീഡിയ ഹാളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പ്രസ് ക്ലബ്ബ് രാജ്യത്തിന് വഴികാട്ടിയാവുകയാണെന്നും നമ്മുടെ മാധ്യമരംഗം അതിവേഗത്തിലുള്ള വികസന പാതയിലാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത്രയും വേഗത്തിൽ ഡെവലപ്പ് ചെയ്ത മറ്റൊരു രംഗം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പത്രപ്രവർത്തനമാണ് വളരെ 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 വേഗത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിലും വലിയ വ്യത്യാസം വരികയാണ്. പണ്ട് പത്രപ്രവർത്തനത്തിൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന പത്രം അതിന്റെ ക്വാളിറ്റി മറ്റ് പലതുമായി, പ്രത്യേകിച്ച് വിദേശ പത്രങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് വിദേശ പത്രങ്ങളെ പോലും കമ്പയർ ചെയ്ത് അതിനേക്കാൾ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള നല്ല സംവിധാനമാണ് നമ്മുടെ പത്രങ്ങളിൽ നടക്കുന്നത്. TB റോഡിലെ ഫുട്പാത്തിലെ കച്ചവടം നിയന്ത്രിക്കുന്നതിനായി നഗരസഭയുമായി ചർച്ച നടത്തുമെന്നും റോഡിന്റെ പണി തീരുന്നതനുസരിച്ച് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നഗരത്തിന്റെ വികസനത്തിനായി ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്തും. നഗരത്തിലെ റോഡുകളുടെ പണി പുരോഗമിക്കുന്നതുകൊണ്ടാണ് സീബ്ര ലൈനുകൾ സ്ഥാപിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത്. സീബ്ര ലൈനുകളുടെ അഭാവം മൂലം ബുദ്ധിമുട്ടുന്ന കാൽനട യാത്രക്കാരെ സഹായിക്കാനായി തിരക്കേറിയ സ്ഥലങ്ങളിൽ പോലീസിന്റെയും ഹോംഗാർഡിന്റെയും സേവനം ഉറപ്പാക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നമുക്ക് നിലവിലുള്ള പോലീസുകാരുടെ സ്ട്രെങ്ത് ഡിസ്റ്റർബ് ചെയ്യണം. അഡീഷണൽ ആയിട്ടുള്ള ഹോംഗാർഡ്സിനെ എടുക്കണം. ഒരു പോലീസുകാരനെ നിർത്തണം, 1-2 ഹോംഗാർഡ്സിനെ കൊടുക്കണം. എന്നിട്ട് ഈ 3 സ്ഥലത്തും ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു ക്രമീകരണം. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല സർ. കോട്ടയം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പോലീസ് മേധാവി C രാജഗോപാൽ, നാർക്കോട്ടിക് സെൽ DYSP NJ മാത്യു, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ഷാലു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സൌദിയിലെ തൊഴിൽ പ്രശ്നത്തിൽപ്പെട്ടുഴലുന്ന മലയാളികൾക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ്. പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ സ്വതന്ത്രമായ ഇടപെടൽ വേണം. ഇക്കാര്യം ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്നും PC ജോർജ് അഭിപ്രായപ്പെട്ടു. സൗദി അറേബ്യൻ പ്രശ്നം വളരെ വലുതാണ്. ഒരു നയതന്ത്ര ഇടപെടൽ തന്നെ വേണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗം, സർവകക്ഷി പ്രതിനിധികളായിട്ട് ഡൽഹി പോകണമെന്നാണ് പ്രധാനമന്ത്രിയെ കാണണം, ശക്തമായ നടപടി. അതുപോലെ തന്നെ വേറൊന്ന് ചെയ്യേണ്ടതുണ്ട്. അവിടെ നിന്ന് ഈ ആളുകൾ ഭയപ്പെട്ട് നിൽക്കുക. അവിടെ നിന്ന് അങ്ങനെ പുറത്താക്കപ്പെട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പാവും അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്ന്. മടങ്ങിവരുന്നവർക്ക് സംരക്ഷണം നൽകാൻ ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും PC ജോർജ് അഭിപ്രായപ്പെട്ടു. UDFിലെ പ്രതിസന്ധികൾക്കുള്ള മറുപടി ഏപ്രിൽ 2-ന് ശേഷം നൽകാമെന്ന് പറഞ്ഞ് ചീഫ് വിപ്പ് ഒഴിഞ്ഞുമാറി. കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിശ്വകർമ്മജർക്ക് സമൂഹത്തിൽ അർഹമായ പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് പി.സി. ജോർജ് അഭിപ്രായപ്പെട്ടു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അധികാര ശ്രേണിയിൽ പ്രാതിനിധ്യം ഉറപ്പിച്ചാൽ മാത്രമേ ഇവരുടെ ജീവിത നിലവാരവും മെച്ചപ്പെടൂവെന്നും അവകാശങ്ങൾ നേടിയെടുക്കാൻ വിശ്വകർമ്മജർ ഒന്നിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയത്ത് വിശ്വകർമ്മ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പി.സി. ജോർജ്. വിശ്വകർമ്മജർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം സമൂഹത്തിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് പി.സി. ജോർജ് പറഞ്ഞു. വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന വിശ്വകർമ്മജരുടെ വിവിധ സംഘടനകൾ ഒന്നാകണം. സംഘടനകൾ ഏകചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ കാലങ്ങളായുള്ള ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കൂ. ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. വിശ്വകർമ്മജർക്കായി ഈ ബഡ്ജറ്റിൽ തുക അനുവദിച്ചത് ആശ്വാസകരമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവർ അധികാര ശ്രേണിയിൽ കടന്നുകൂടിയാൽ മാത്രമേ ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇവർക്ക് സംവരണം കൊണ്ട് യാതൊരുവിധ മെച്ചവുമില്ലെന്നും ഇക്കാര്യങ്ങൾ താൻ തുറന്നു പറയുമ്പോൾ പലർക്കും ഇത് ഇഷ്ടമാവില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 28ഓളം വരുന്ന സംഘടനകൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരേ ചിന്തയോടുകൂടി യോജിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ധീരമായ തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. വിശ്വകർമ്മ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ടി.എൻ. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ നടുവട്ടം സത്യശീലൻ, ആർ.വി. സുന്ദരം, കെ.പി. സത്യൻ, ഇന്ദുമാൻ ടി.ആർ. തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ടൌണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്നു. പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ നിസ്സംഗത പാലിക്കുന്നതായി ആക്ഷേപം. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമ്പോഴും കാഞ്ഞിരപ്പള്ളി ടൌണിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായി തുടരുന്നു. ടൌണും പരിസര പ്രദേശങ്ങളും ചിറ്റാർപ്പുഴയും അനുദിനം മാലിന്യ കൂമ്പാരങ്ങളാകുന്ന സ്ഥിതിയാണ്. കാഞ്ഞിരപ്പള്ളി ടൌണിലെ ഹോട്ടലുകളിലെ മാലിന്യം വലിച്ചെറിയുന്നത് ചിറ്റാർപ്പുഴയിലേക്കാണ്. ഹോട്ടലുകളിലെ മാലിന്യത്തിനു പുറമെ പുഴയുടെ തീരത്ത് അറവുമാടുകളെ കശാപ്പ് നടത്തി മാലിന്യം തള്ളുന്നതും പതിവായിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി പൂതക്കുഴി മുതൽ കുരിശുപള്ളി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ചിറ്റാർപ്പുഴയുടെ ഇരുവശവും മാലിന്യം നിറഞ്ഞ സ്ഥിതിയാണ്. മാലിന്യം നദിയിൽ ഒഴുക്കുന്നത് തടയാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ തോട്ടിൽ മൊത്തം മാലിന്യമാണ്. ഹോട്ടലുകളിലേക്ക് വരുന്ന മാലിന്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹോട്ടലുകാരാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമാക്കുന്നത്. അപ്പോൾ ഈ മാലിന്യം സംരക്ഷിക്കേണ്ട പ്ലാന്റ് ഉണ്ട്. അത് ഇതുവരെയായിട്ടും അതിൻ്റെ നടപടികൾ ഇവർ കൈക്കൊള്ളുന്നില്ല. അതുപോലെ പഞ്ചായത്ത് അധികൃതരും കാര്യമായിട്ട് കൈക്കൊള്ളുന്നില്ല. ഈ തോട്ടിൽ വരുന്ന മാലിന്യങ്ങൾ അത് നല്ലൊരു വൃത്തിയാക്കാൻ അവർ കൈക്കൊള്ളുന്നില്ല. ലക്ഷങ്ങൾ മുടക്കി പഞ്ചായത്ത് ടൗൺ ഹാൾ പരിസരത്ത് പണിതീർത്ത മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മാലിന്യ നിർമ്മാർജ്ജനം പ്രഖ്യാപനങ്ങളിലൊതുങ്ങാതെ പ്രാവർത്തികമാക്കാൻ ഇനിയെങ്കിലും അധികാരികൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ശനിയാഴ്ച രാവിലെ ബൈക്ക് അപകടത്തിൽ മരിച്ച പൊൻകുന്നം ശാന്തിഗ്രാം രമാലയത്തിൽ കണ്ണൻ ദയാലിന് നാടിന്റെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കണ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ പാലാ പൊൻകുന്നം റോഡിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കണ്ണൻ മരിച്ചത്. പൊൻകുന്നം ശാന്തിഗ്രാം പ്രദേശത്തെ അക്ഷരാർത്ഥത്തിൽ ദുഃഖശനിയാഴ്ചയിൽ ആഴ്ത്തിയാണ് കണ്ണൻ ദയാൽ ജീവിതത്തോട് വിടവാങ്ങിയത്. പൊൻകുന്നം ശാന്തിഗ്രാം രമാലയത്തിൽ ഹരിദയാൽ മോളി ദമ്പതികളുടെ മകനായ കണ്ണന്റെ വേർപാട് നാടിന് താങ്ങാനാവാത്ത ദുഃഖമാണ് നൽകിയത്. ശനിയാഴ്ച രാവിലെ പാലായ്ക്ക് പോകും വഴി കൊപ്രാക്കളത്ത് സോമില്ലിന് സമീപം മലയാറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞു വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കണ്ണൻ മരണമടഞ്ഞു. പാലാ പൊൻകുന്നം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് മൈക്കിൾസ് ബസിലെ ഡ്രൈവറായിരുന്ന കണ്ണന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കെയാണ് ജീവിതത്തോട് വിട പറഞ്ഞത്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവനായ കണ്ണൻ ദയാലിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തി. മൃതദേഹം അട്ടിക്കലിലെ കുടുംബ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കളത്തിപ്പടിയിൽ പ്രവർത്തിക്കുന്ന അരുൺ ഗ്യാസ് ഏജൻസി ശനിയാഴ്ച രാവിലെ തുറന്നു പ്രവർത്തിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമായി. സിലിണ്ടറിന്റെ സബ്സിഡി സ്വീകരിക്കുന്ന അവസാന ദിവസമായിരുന്നു ശനിയാഴ്ച. ഗുണഭോക്താക്കൾ അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഉച്ചയോടെ ഏജൻസി തുറന്നു. സബ്സിഡി നിരക്കിലുള്ള സിലിണ്ടർ തുടർന്ന് ലഭിക്കുന്നതിന് അപേക്ഷ നൽകേണ്ട അവസാന ദിവസമായിരുന്നു ശനിയാഴ്ച. ഇതുമൂലം രാവിലെ തന്നെ ഗ്യാസ് ഏജൻസികളിൽ ഗുണഭോക്താക്കൾ എത്തിയിരുന്നു. എന്നാൽ കളത്തിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഗ്യാസിന്റെ അരുൺ ഗ്യാസ് ഏജൻസി രാവിലെ തുറക്കാതിരുന്നത് പ്രതിഷേധത്തിന് കാരണമായി. സിലിണ്ടർ മാറുന്നതിനായി ഓട്ടോറിക്ഷയിൽ രാവിലെ 8 മണിക്ക് എത്തിയവരും സബ്സിഡി ലഭിക്കുന്നതിനായി അപേക്ഷയുമായി എത്തിയവരും ഏജൻസി തുറക്കാതിനെ തുടർന്ന് റോഡ് ഉപരോധിക്കുവാനുള്ള തീരുമാനത്തിലായിരുന്നു. നാട്ടുകാർ തടിച്ചുകൂടിയതോടെ പോലീസും സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ, താലൂക്ക് സപ്ലൈ ഓഫീസർ എന്നിവരെ വിവരമറിയിച്ചപ്പോൾ സ്ഥാപനം തുറക്കാൻ വൈകിയാൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഏജൻസി തുറപ്പിക്കുമെന്ന് ഉറപ്പു നൽകി. ഏജൻസി ഉടമകളുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ.
സിലിണ്ടർ മറിച്ചു വിൽക്കാനുള്ള ഏജൻസി ഉടമകളുടെ നീക്കമാണ് സ്ഥാപനം തുറക്കാത്തതിന് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇന്ന് ലാസ്റ്റ് ദിവസമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവിടെ നിൽക്കുന്നതാണ് രാവിലെ വരെ. ഇതുവരെ ആരും വന്നിട്ടില്ല. ഇതുവരെ തുറക്കാനോ അപേക്ഷ സ്വീകരിക്കാനോ. ഞങ്ങൾ ഉത്തരവാദപ്പെട്ട സപ്ലൈവേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് ഉച്ചയോടെ ഗ്യാസ് ഏജൻസി തുറന്നു. ഇതോടെയാണ് സംഘർഷത്തിന് അയവുണ്ടായത്. ന്യൂസ് ബ്യൂറോ, മണർകാട്. കഴിഞ്ഞ 2 വർഷമായി കോട്ടയത്തെ നിയമപാലകരുടെ മേധാവിയായി പ്രവർത്തിച്ച ജില്ലാ പോലീസ് മേധാവി സി രാജഗോപാൽ പടിയിറങ്ങുന്നു. 39 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തോട് അദ്ദേഹം ഞായറാഴ്ച വിട പറയും. 39 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞ് കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ട് സി രാജഗോപാൽ ഞായറാഴ്ച പടിയിറങ്ങും. കഴിഞ്ഞ 2 വർഷമായി കോട്ടയത്തിന്റെ നിറസാന്നിധ്യമായിരുന്നു രാജഗോപാൽ. നാടിനെ നടുക്കിയ കുന്നത്തുകളത്തിൽ ജ്വല്ലറിയിലെ മോഷണമായിരുന്നു SP ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വലിയ കേസ്. പട്ടാപ്പകൽ മോഷണം നടത്തിയ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ വിലങ്ങിവെക്കാനായത് ഇദ്ദേഹത്തിന്റെ സർവീസിൽ ഒരു മികച്ച നേട്ടമായി. പിന്നീട് നിരവധി കൊലപാതകങ്ങൾക്കും കോട്ടയം നഗരം വേദിയായി. എന്നാൽ പ്രമാദമായ ഗോപിനാഥക്കുറുപ്പ് കൊലപാതകത്തിലെ പ്രതിയെ ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളിലും തീർപ്പ് കൽപ്പിച്ചാണ് ഇദ്ദേഹം കാക്കി ഊരിവെച്ചത്. അടുത്തിടെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൂര്യനെല്ലി കേസിലെ മുഖ്യപ്രതിയായ ധർമ്മരാജനെ കർണാടകയിലെ സാഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തതും ഇദ്ദേഹം അന്വേഷണ തലവനായി രൂപീകരിച്ച സംഘമായിരുന്നു. ജോലിയിൽ കർക്കശക്കാരനായിരുന്ന സി രാജഗോപാൽ പോലീസുകാരുടെ ക്ഷേമത്തിനായി ഏറെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിവൈഎസ്പി മുതൽ പോലീസ് ഓഫീസർമാർ വരെയുള്ളവരുടെ പ്രിയങ്കരനായിരുന്നു ഈ മേലധികാരി. ഈ മാസം 31-ന് പടിയിറങ്ങുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് സി രാജഗോപാലിന് കോട്ടയം പ്രസ് ക്ലബ്ബ് യാത്രയയപ്പ് നൽകി. തന്റെ കോട്ടയത്തുള്ള ഔദ്യോഗിക ദിനങ്ങളെപ്പറ്റി ഇദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്നെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന പരാതിക്കാരെ എന്റെ അടുത്തോട്ട് ഡയറക്ഷൻ തന്ന നിയമപരമായ ഡയറക്ഷൻ തന്നു. ഇതുവരെ ഒരു കാര്യം ഒരു തരത്തിലും ഞാൻ അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ പ്രശ്നമല്ല. ഒരു കാര്യം എന്നെ ഈ പുതിയ ഓഫീസർമാരോട് ചോദിച്ചു, കോട്ടയം ജില്ലയിലെ അതേപോലെ വലിയ ബുദ്ധിമുട്ടല്ലേ? ബഹുമാനായ മുഖ്യമന്ത്രിയുണ്ട്, ബഹുമാനായ ആഭ്യന്തരമന്ത്രിയുണ്ട്, ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്, കോട്ടയത്തിന്റെ മന്ത്രി അല്ലെങ്കിൽ കോട്ടയത്തിന്റെ മന്ത്രിയായ KC ജോസഫ് സാറുണ്ട്. ഇത്രയും പത്രമാധ്യമങ്ങളുടെ തലസ്ഥാനമല്ലേ കോട്ടയം? ഇതൊക്കെ ചോദിച്ചു. ഇത് വലിയ സമ്മർദ്ദം, ഞാൻ ഈ ഒരു സമ്മർദ്ദം തോന്നിയിട്ടില്ല. സത്യത്തിലൊരു സമ്മർദ്ദവും തോന്നിയിട്ടില്ല. അത് പക്ഷേ എന്റെ ഇത്രയും കാലത്തെ സേവന പരിചയം കൊണ്ടായിരിക്കാം. അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ അനായാസകരമായിട്ടാണ് എന്റെ ഈ 21 മാസവും 10 ദിവസവും ഞാൻ ഇവിടെ പിന്നിടുന്നത്. ഇനിയുള്ള വിശ്രമ ജീവിതം തിരുവനന്തപുരത്തെ വസതിയിൽ കവിതയും വായനയുമായി കഴിച്ചുകൂട്ടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണർകാട് ടൌണിന്റെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനായി വിഭാവനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. ലിങ്ക് റോഡും ദേശീയപാത വികസനവും യാഥാർത്ഥ്യമാകുന്നതോടെ മണർകാടിന്റെ മുഖച്ഛായ മാറും. മണർകാടിന്റെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. പഴയ KK റോഡിൽ നിന്നും ഏറ്റുമാനൂർ ബൈപ്പാസിലേക്ക് പുതിയതായി നിർമ്മിക്കുന്ന ലിങ്ക് റോഡ് നിർമ്മാണം പൂർത്തിയായി വരുന്നു. ടാറിംഗ് ജോലികൾ പൂർത്തിയാവുന്നതോടെ ഈ റോഡ് ഏറെ പ്രയോജനം ചെയ്യും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഓടകൾ നിർമ്മിച്ച് സ്ലാബിടുന്ന ജോലികൾ വൈകിയതിനെ തുടർന്ന് വ്യാപാരികൾ സമരം നടത്തിയിരുന്നു. ഓടയുടെ പണികൾ ഊർജിതമായി നടന്നുവരികയാണ്. ഓട്ടോറിക്ഷ പാർക്കിങ്ങിന് കൂടുതൽ സൌകര്യം ലഭിക്കുന്നത് ഗതാഗതക്കുരുക്കിന് ഏറെ പരിഹാരമാകും. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നിരീക്ഷിക്കുവാനും ക്രമസമാധാന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുമായി വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. മണർകാട് ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടം 5 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം നടക്കുകയാണ്. മണർകാട് പഞ്ചായത്തിൽ പുതിയതായി അനുവദിച്ച സർക്കാർ ആശുപത്രി കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷന് സമീപത്തായി പഞ്ചായത്ത് വക സ്ഥലത്തെ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആശുപത്രി പണിയുന്നതിന് 60 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം പൂർത്തിയാവുന്നതോടെ മണർകാടിന്റെ മുഖച്ഛായ തന്നെ മാറും. ന്യൂസ് ബ്യൂറോ, മണർകാട്.